അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മരുമകൾ അന്ന് എഴുന്നേൽക്കുന്നേ ഇല്ല. സമയം 8 മണി കഴിഞ്ഞു. പഠിച്ചോനെ, ഇവളിതെന്താ, എന്തൊരു കെടുത്താണിത്? ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ അവളെ വിളിച്ചു. മോളെ സീനത്തെ, സീനത്തെ, സമയം 8 മണി കഴിഞ്ഞു. ഇന്ന് എനിക്ക് ക്ലാസ്സും കാര്യങ്ങളൊന്നുമില്ലേ? ഹോ എൻ്റെ റബ്ബേ, ഒന്ന് കിടന്നുറങ്ങാനും സമ്മതിക്കൂലല്ലോ. ഹോ, എന്തൊരു ക്ഷീണം, എഴുന്നേക്കാൻ കഴിയണില്ല. സീനത്തെ, മോളെ സീനത്തെ. ഹോ എൻ്റെ റബ്ബേ, തള്ള തുടങ്ങി വിളി. എന്തൊരു ശല്യപ്പെടുത്തലാണിത്. ഹോ റബ്ബേ, ഞാനൊന്ന് കിടക്കട്ടെന്ന് വിചാരിച്ചിരുന്നു. എന്താണ് എന്താണ് അവൾ വാതിൽ തുറന്നുകൊണ്ട് ചോദിക്കുന്നു. മോളെ, സമയം 8 മണി കഴിഞ്ഞ് 8 തുടങ്ങി. ഇന്ന് ക്ലാസ്സിനൊന്നും മോൾക്ക് പോവല്ലേ? ക്ലാസ്സിന് പോകണ്ടേ? ഞാൻ എണീക്കൂലേ? നിങ്ങളിങ്ങനെ ശല്യപ്പെടുത്തി വിളിക്കണോ? മനുഷ്യൻ ഉറക്കുന്നതിന് ശരിയാണില്ല. മോളെ, അല്ല, ഞാൻ എന്നെ ക്ലാസ് ഉറങ്ങിപ്പോയോ അറിയാതെ ഒന്ന് അത് വിചാരിച്ച് വിളിച്ചതാണ്. അതെ, ഉറങ്ങിയാലും ഉറങ്ങിയില്ല, നിങ്ങൾ വിളിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഞാൻ എണീക്കുന്നുണ്ടെങ്കിൽ ഞാൻ എണീക്കും. പിന്നെ ഇന്നാരും നന്നാക്കാനും നോക്കണ്ട. നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിസ്കരിക്കും. അത് നിങ്ങൾ പറഞ്ഞിട്ടൊന്നും വേണ്ട. മോളെ, നമ്മളെ പെരയിൽ സുബഹി നിസ്കരിക്കാതെ ആരെങ്കിലും കെടുക്കുകയാണെങ്കിൽ അത് പെരക്ക് വലിയ അപ്പം ഞാൻ ഇവിടുന്ന് പോകണമെന്നാണ് നിങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലേ? അതല്ല മോളെ, ഇജി എൻ്റെ മോൻ കെട്ടിയ മരുവോളല്ലേ. ഞാൻ മരുവോളെ സ്ഥാനത്ത് തന്നെ ഞാൻ കണ്ടിട്ടില്ല. മോളേന്ന് തന്നെ ഞാൻ വിളിച്ചിട്ടുള്ളൂ. എനിക്കങ്ങനെ വിളിക്കാൻ ഇഷ്ടമില്ല മരുമകളെന്നും പറയാനൊന്നും. കാരണം എൻ്റെ മോൻക്ക് ഈയേ ഉള്ളൂ. അതുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾ പോവുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിലത്തെ ആഗ്രഹം. പിന്നെന്താ, നല്ല രീതിയിൽ പോകണുണ്ടല്ലോ. ഇനി എന്താ വേണ്ടത്? മോളെ, അത് ഞാൻ മോളോടൊരു കാര്യം പറഞ്ഞാൽ മോള് സ്വീകരിക്കുമോ? എൻ്റെ ഉമ്മാൻ്റെ സ്ഥാനത്ത് തന്നെ വിചാരിച്ചാൽ മതി. എന്താ പറയും? എന്നിട്ട് വണക്ക് ഒന്നുകൊണ്ട് കെടുക്കാൻ. രാത്രി 1 മണി വരെ, 2 മണി വരെ, 3 മണി വരെ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കണ ഈ ഒരു സ്വഭാവം ഇജ്ജ് മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് നേരത്തെ എഴുന്നേൽക്കാൻ കഴിയും. അത് കേട്ട് അവൾ ഞെട്ടിത്തെറിച്ചു. ഉമ്മ, ഞാൻ 2 മണി വരെയും 3 മണി വരെയൊക്കെ ഫോൺ വിളിക്കണേ നിങ്ങളെങ്ങനെ കേൾക്കണത്? നിങ്ങൾ എന്തിനാണ് നീ വേണ്ടാത്ത പണിക്ക് നിൽക്കണത്? നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൽ അവിടെ കിടന്നാൽ പോരെ? നിങ്ങൾ ഈ കോലായി വരെ വന്ന് നോക്കുന്നുണ്ടാവുമല്ലോ. മോളെ, ഓടിട്ട വീടാന്നുള്ള കാര്യം മോള് മറക്കരുത്. വീടിൻ്റെ ആ റൂമിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞാലും ഇവിടെ എത്തും. കാരണം മുകൾ ഭാഗമൊക്കെ ഓപ്പണാണ്. നിങ്ങളെ റൂമിൽ ശരിയാണ്, ചെറിയൊരു സീലിംഗ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതുള്ളോ ഇല്ലാത്തതും കണക്ക് തന്നെയാണ്. നട്ടപ്പാതിരാക്ക് ഈ ഒരു വർത്താനം കേട്ടിട്ട് എനിക്ക് പറയാൻ പറ്റൂല. എന്നോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇതിവിടെ പറ്റൂല. ഇജ് സത്യം പറയും, എൻ്റെ ഷെഫിനോടാണോ ഈ സംസാരിക്കണേ അതോ വേറെ? ഉമ്മ, ഞാൻ ക്ലാസ് കേൾക്കുകയാണ്. നട്ടപ്പാതിരാക്കാണല്ലോ ക്ലാസ് കേൾക്കല്, 2 മണിക്കും 3 മണിക്കും. എന്താ എനിക്കൊന്ന് ആലോചിച്ചാൽ എന്താണ് ഞാൻ റബ്ബെ പറയാം. ഇങ്ങക്ക് പിന്നെ എങ്ങനെയും ഇവിടുന്ന് ഇറക്കി വീണം അതാണല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഈ നന്നാണെന്നുള്ള കാര്യം എനിക്കുള്ളൂ എൻ്റെ മനസ്സിൽ. ദയവായി ഈ കാര്യം ഒന്ന് മനസ്സിലാക്ക്. നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ വരണ്ട. എനിക്കറിയാം ആവശ്യത്തിന് പഠിപ്പും വിദ്യാഭ്യാസമൊക്കെ എനിക്കുണ്ട്. നിങ്ങൾ ഈ രാത്രിയൊക്കെ ഫോൺ ചെയ്യണം, അതും ഇതൊക്കെ ഇങ്ങനെ ചെവിടോർത്ത് എന്തിനു നടക്കുക? നിങ്ങൾക്ക് മനസ്സിലായിക്കണോ ഫോണാണെന്നുള്ളത്? മോളെ, വർത്താനം കേൾക്കുമ്പോൾ ഒരു മനുഷ്യനോട് വർത്താനം പറയുമ്പോൾ അത് കേട്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുന്നുണ്ടല്ലോ. പൊട്ടറ്റെന്നല്ലല്ലോ ഞാൻ. ആയിക്കോട്ടെ, നിങ്ങൾ എന്നെ അങ്ങനെ അങ്ങോട്ട് അപമാനിച്ചോളി. അവൾ കരയുവാൻ തുടങ്ങി. അല്ലെങ്കിലും എന്നെ നിങ്ങൾക്ക് ആർക്കും കണ്ടുകൂടാ. ഞാൻ ഇവിടെ ഒരു മരുമകൾ എന്നുള്ള പേരിൽ നിൽക്കുക തന്നെയാണ്. ഞാൻ ഇതൊക്കെ എൻ്റെ വീട്ടുകാരോട് വിളിച്ച് പറയും. നിങ്ങളെങ്ങനെ കടുപ്പം കാട്ടുന്നത്? ഒരു സമാധാനം തരുന്നില്ല. മോളെ, ഞാൻ എന്നെ കടുപ്പം കാട്ടിയോ? 8 ആയപ്പോൾ ഒന്ന് വിളിച്ചു എന്നുള്ളതാണല്ലോ ഞാൻ ചെയ്ത് തെറ്റ്. ഒന്നല്ല, നിങ്ങളെന്നെ പലതും കാട്ടുന്നുണ്ട്. മോളെ, ഈ വരുമ്പോഴത്തേന് ഞാൻ ചായയും കടി ഉണ്ടാക്കിയേക്കണ്. ഉച്ചക്ക് വരുമ്പോഴത്തേന് ചോറും കറി ഉണ്ടാക്കി വെക്കണ്. സ്കൂളിട്ട് വരുമ്പോൾ എനിക്ക് നല്ല നീ പറഞ്ഞ രീതിയിലുള്ള ചായ ഉണ്ടാക്കി തരണേ. ഇതൊക്കെയാണോ ഞാൻ ചെയ്ത തെറ്റ്? എന്തായാലും വേണ്ടില്ല, നിങ്ങൾക്ക് കുറച്ച് ഏറെയാണ്. ഞാൻ നിൻ്റെ വീട്ടുകാരോട് പറയണേ പറഞ്ഞോ, എനിക്കൊരു കുഴപ്പമില്ല.
ഞാൻ സത്യത്തിൻ്റെ ഭാഗത്താണ്. എനിക്കൊരു തെറ്റും ഇതിൽ പറയാനില്ല. ഞാൻ ഉള്ള സത്യം കാര്യമായി പറഞ്ഞു. അവൾ ശക്തമായി അതാ ഒരു സമാധാന സ്വസ്ഥമില്ലാതെ നിൽക്കാൻ കഴിയൂല. പ്രയാസം തന്നെയാണ് ഇവിടെ തള്ളൻ്റെ ഇടയിൽ. അപ്പോൾ തന്നെ വീട്ടിലേക്ക് അവൾ വിളിക്കുന്നു. ഫോൺ ബെല്ലടിക്കുന്നു. ഹലോ, ഉമ്മയായിരുന്നു എടുത്തത്. മോളെ. ഉമ്മ. എന്താ മോളെ, എന്തേ കരയണത്? ഉമ്മ, എനിക്കിവിടെ നിൽക്കാനാവൂലമ്മ, എന്തൊരു ശല്യാണിത്. മോളെ എന്തേ ഈ പറയണത്? അതെ, ഒന്ന് ഉറങ്ങാൻ വരെ സമ്മതിക്കൂലേ? ഉറങ്ങാനോ? എപ്പോ? വേം ഉറക്കത്തുനിന്ന് വിളിച്ച്. എനിക്ക് രാത്രി ക്ലാസ്സും കാര്യമായിട്ട് കുറച്ച് ലേറ്റ് ആവും. പക്ഷെ എന്നെ വിളിച്ചോളത്തണേ, എനിക്കിവിടെ കഴിയൂല. മോളെ, അത് സുബഹി നിസ്കരിക്കാൻ വിളിക്കായിരിക്കും. ഉമ്മക്കറിയില്ലേ അതൊക്കെ ഞാൻ രക്ഷിത ചെയ്യലാണെന്ന്? അതിപ്പോൾ ഒരാൾ വിളിച്ചോണ്ടിട്ട് വേണോ? അത് മാത്രമല്ല, എനിക്ക് പലപ്പോഴും തിന്നാനും തരലില്ല. ഷെഫി പോയതിൻ്റെ ശേഷം എനിക്ക് അധികം ഇവിടെ പട്ടിണിയാണ്. മോളെ, അനക്കൊന്നും ഉണ്ടാക്കി തിന്നൂടെ? ഇജ്ജ് അത്ര വലിപ്പയിക്കണില്ലേ? എന്നും അമ്മായിമാരുണ്ടാക്കി തരുമോ? എന്നാലും അങ്ങനെയല്ലല്ലോ, ഞാൻ വരുമ്പോഴത്തേനൊക്കെ തിന്നയച്ചിട്ടുണ്ടാവും. എനിക്ക് ചിലപ്പോൾ പട്ടിണിയായിരിക്കും, എനിക്ക് ക്ലാസ്സിന് പോകണ്ടേ. അത് കേട്ടപ്പോൾ ആ ഉമ്മയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. റബ്ബേ, എൻ്റെ കുട്ടിക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടോ അവിടെ? അങ്ങനെ അല്ലായിരുന്നല്ലോ ആ സ്ത്രീ. പഠിച്ചോനെ, നിങ്ങൾക്ക് അറിയില്ല അതിനെക്കുറിച്ച്. എനിക്ക് സത്യം പറഞ്ഞാൽ ഹോസ്റ്റലിൽ എങ്ങാനും നിന്ന് പഠിക്കാനപ്പോൾ തോന്നുന്നത്. ഇജ എൻ്റെ ചെറിയൊരു കോഴ്സ് എടുത്തിട്ട് അതൊക്കെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നടക്കുന്ന കാര്യമാണോ? അതിനെന്താ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എത്ര ഫ്രണ്ട്സുകളുണ്ട് ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കാൻ. എനിക്കിവിടെ ആവൂല കേട്ടോ, എന്നെ കൊണ്ട് കഴിയൂല. ഉറങ്ങാനും സമ്മതിക്കൂല, ഭക്ഷണം ശരിക്കും തരൂല. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാട്ടിക്കൂട്ടൽ. ഒന്നുമില്ലൊരു ഉസ്താദിൻ്റെ അമ്മല്ലേ ഇങ്ങനെ കാട്ടാൻ പാടുണ്ടോ? മോനെ നല്ലോ അറിവ് പഠിപ്പിച്ചിക്കണ്, തള്ളക്കറിയില്ലല്ലോ അത്. അവൾ കരഞ്ഞ് പറഞ്ഞു. പഠിച്ചോനെ, എന്താ നീ ചെയ്യുക? മോളെ, എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാക്കുക. ഈ ഫോൺ വെക്ക്. നോക്കി. എന്താടി? സീനത്തിൻ്റെ ഉമ്മ ഉപ്പയെ വിളിക്കുന്നു. എന്താ? അതെ, മോൾക്ക് അവിടെ നിൽക്കാൻ വയ്യാന്ന്. നിൽക്കാൻ വയ്യോന്നോ? അതെന്താ? ഭർത്താവ് പോയെന്ന് കരുതിയിട്ട് കൂടെ പോകണോ? ഓനവിടെ അധ്വാനിക്കാൻ പോയതാണ്, വെറുതെ ഇരിക്കാൻ പോയതല്ല. അതല്ല ഓള് പറയണത്, ഉറക്കം കിട്ടണില്ല, ഉറങ്ങുമ്പോഴത്തേന് ഉമ്മ വിളിച്ചെടുത്താണ്. അത് മാത്രമല്ല, പിന്നെന്താ, തിന്നാൻ കൊടുക്കണില്ലാന്നോ? എന്താ ഓള് പറയണത്? തിന്നാൻ കൊടുക്കാതെ എന്താ? ഓള് അങ്ങോട്ടല്ല തിന്നാൻ കൊടുക്കേണ്ടത്, ഉമ്മമാർക്ക് രണ്ടായി കൊടുക്കേണ്ടത്. ഇത് ഓൾക്കാ കൊടുക്കൽ? ഓള് പറഞ്ഞു ഞാൻ വരുമ്പോഴത്തിന് ഒക്കെ കഴിക്കും, പിന്നെ എനിക്ക് സ്കൂൾക്ക് പോകാൻ നേരം ഉണ്ടാവില്ല, പണിയെടുപ്പിക്കുകയാണ്, നേരമില്ല, അങ്ങനെയൊക്കെ പറയണത്. നീ ഓളെ വാക്കും വിശ്വസിച്ചവിടെ നിന്നോ. നിനക്കറിയില്ല നിൻ്റെ മോളെ. എനിക്കത് കേട്ടപ്പോൾ ഒരു ഇടങ്ങാറ്. എത്ര ആളും നമ്മളെ കുട്ടിയല്ലേ, എന്തൊക്കെ തന്നെ കാട്ടിക്കൂട്ടിയാലും തള്ളാർക്കയക്കും അതിൻ്റെ വേദന. അതേ, തള്ളാർക്കാണെങ്കിൽ ആണ് സഹിച്ചോ. നിനക്കറിയില്ല ഓളെ പെണ്ണെ, ആ വീട്ടിലേക്ക് എത്തിയതോളെ ഭാഗ്യമാണ്. അവിടുത്തെ ഉമ്മ എന്തൊരു നല്ല തങ്കപ്പെട്ട ഉമ്മയാണ്. കാരണം എന്തൊരു സ്നേഹമാണ്. അതിനൊക്കെ കിട്ടിപ്പോയതാണ് അവൾക്ക്. കാരണം അവൾക്കൊരു പണിയെടുക്കണ്ട, വെച്ച് വിളമ്പേണ്ട, ഒന്നും വേണ്ട, ഒക്കെ ആ സ്ത്രീ ചെയ്യും. നമ്മൾ അങ്ങനത്തിന് ഓള് പറയണത് ഹോസ്റ്റലിൽ നിൽക്കണം, വീട്ടിൽ കഴിയൂല എന്നൊക്കെയാണ്. ഹോസ്റ്റല് ഓളെന്താ ചെറിയ പഠിപ്പുണ്ട് വെച്ചിട്ട് ഹോസ്റ്റലാ ഓൾക്ക്? എന്നാൽ ദൂരെ പോയി പഠിക്കുക. ചെന്ന് പോയിക്ക ഓളതിനെ തുള്ളാതെ. അല്ലേ, ഒന്ന് പോയി നോക്കാം പെരീക്ക്. ഓലെ എന്താ മട്ട അറിയാലോ. അതെ, ഞാൻ ഇല്ല, ജിന്നെ കാക്കും വേണ്ട, എൻ്റെ മോനെ വിളിച്ചു പോയിക്കോ. മോനെ. എന്തോ അമ്മ? അതെ, സീനത്ത് വിളിച്ചിരുന്നു. ഓൾക്ക് അവിടെ നിൽക്കാൻ കഴിയണില്ല, ഓൾക്ക് ഭക്ഷണം കിട്ടണില്ല, നേരെ ഉറക്കം കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്തമ്മ? ഭക്ഷണം അതൊക്കെ അവൾ തന്നെയല്ലേ ഉണ്ടാക്കേണ്ട ആള്, പിന്നെന്താ കിട്ടാൻ? വീടല്ലത് മോനെ. അതൊക്കെ പറയാം. ഓൾക്ക് പഠിക്കാനേ കുറേ ഉണ്ടായിട്ട് കഴിയണില്ല എന്ന് കുറേ കരഞ്ഞ് വിളിച്ചീനു. ഞാൻ എന്തത് കാട്ടുക? എനിക്ക് ഏതാ ഞാൻ സഹിക്കുക? എനിക്ക് ആ ഒരു ഇടങ്ങാറ്, ഓളെ കരഞ്ഞിട്ട് എനിക്ക് അകപ്പാട് ഇടങ്ങാറ്. ഉമ്മ, നിങ്ങളെ മോൾ അഭിനയമായിരിക്കും കേട്ടോ, നിങ്ങളതിൽ പെട്ടു പോകണ്ട. ആരും പോണില്ലെങ്കിൽ ഞാൻ ഓരോരുത്തേക്കൊന്ന് പോയി തരാം. ഉമ്മ, നിങ്ങളിപ്പോൾ പോകണ്ട, അതൊരു പാവം ഉമ്മയാണ്. എങ്ങനെ വെച്ചാൽ അവർ കൊടുക്കുന്നുണ്ടല്ലോ അവൾക്ക് എല്ലാ സൗകര്യവും സ്വാതന്ത്ര്യവും. പിന്നെന്താ,
ഒന്നുമില്ല, എന്നാലൊന്ന് പോയി വരണ്ടേ, അവനാൻ്റെ മക്കളല്ലേ, എന്തെങ്കിലും കടുങ്കൈ കാട്ടിയാൽ അതും ആവൂലേ. എന്താ എൻ്റെ ഉമ്മ, നമ്മളിങ്ങനെ വളം വെച്ച് കൊടുക്കുമ്പോഴേ അവൾക്ക് പിന്നെയും പിന്നെയും ഇത് കൂടിക്കൂടി വരികയായിരിക്കും. എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ഉണ്ടാവേ. ഉമ്മ തൽക്കാലം ഇപ്പം ഇതിന് പോവണ്ട, അതാണ് എനിക്ക് പറയാനുള്ളത്. ബാപ്പാക്കും മോനക്കും ചൂടില്ലെങ്കിലേ ഞാൻ പൊയ്ക്കോളാം. അപ്പോൾ തന്നെ ഉമ്മ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അതാ പോകുന്നു അവളുടെ വീട്ടിലേക്ക്. ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ട് ഉമ്മ വന്ന് നോക്കി. ഉമ്മ മുറ്റുമടിച്ചു വാരി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് മുൻപിൽ ഓട്ടോയുടെ ശബ്ദം കേട്ടത്. ഉമ്മ ഓടിയെത്തി. ആരെ ഇത് പഠിച്ചോനെ, ഇങ്ങോട്ട് കയറിക്കോളി. അല്ലാ, എന്തിപ്പോൾ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ. അല്ല, നിങ്ങൾക്ക് വന്ന് കയറട്ടോ, മോളെ വീടന്നല്ലേ, പോരി ഇരിക്കി. ഉമ്മയുടെ മുഖം മൂകമായിരുന്നു, മ്ലാനമായിരുന്നു. എന്തു പറ്റി, നിങ്ങളെ മുഖം ഇങ്ങനെ അല്ലായിരുന്നല്ലോ, എന്തോ പറ്റി? എൻ്റെ മോളെവിടെ? ഓള് കോളേജിൽ പോയോ? ഓള് കുറച്ച് കാര്യങ്ങൾ എന്നോട് വിളിച്ചു പറഞ്ഞിരുന്നു, അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എന്തേ, ഇരിക്കി, നിങ്ങൾ ചായ ഒഴിച്ചിട്ട് സംസാരിക്കുക. എനിക്ക് ഇവിടുത്തെ ചായ ഒന്നും വേണ്ട. നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ വന്നത്. നിങ്ങളെന്തോളം ഉറങ്ങാൻ സമ്മതിക്കണില്ലാന്നോ, പണി എടുപ്പിക്കുകയാണെന്നോ, അതുപോലെ എന്താ ഭക്ഷണം കൊടുക്കണില്ല എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അത് കേട്ട് പാവം ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ വല്ലാതെ അങ്ങോട്ട് തകർന്നു പോയി. അല്ലാ, നിങ്ങളെന്താ പറയണത്? പഠിച്ചോനെ, എനിക്ക് എൻ്റെ ഷെഫി മോൻ്റെ ഭാര്യയല്ലേ, ഞാനങ്ങനെ ചെയ്യുമോ? കാര്യങ്ങൾ ഒന്ന് രണ്ടെണ്ണം ഞാൻ പറഞ്ഞേക്കണ മോളെ. ഇജി ഒരണി രണ്ടണി മൂന്നണി അവളെ ഫോണിൽ കളിച്ചിരിക്കാതെ ഒന്ന് വന്ന് വേഗം ഒന്ന് കിടന്നിക്കുകയാണെങ്കിൽ മോളെ സുബിഹ എനിക്ക് തെറ്റാതെ കിട്ടുമല്ലോന്ന്. അത് ഞാൻ പറഞ്ഞേന്നെ. അതിപ്പോൾ എൻ്റെ മക്കളാണെങ്കിലും ഞാൻ പറയും. എൻ്റെ മക്കളെ സ്ഥാനത്ത് തന്നെയല്ലേ എൻ്റെ മരുമകളും. ഓളെ ഞാൻ ഒരിക്കൽ പോലും മരുമകൾ എന്നുള്ള രീതിയിൽ തന്നെ കണ്ടിട്ടില്ല, എൻ്റെ മോളെപ്പോലെ തന്നെ കണ്ടിട്ടുള്ളൂ. അത് എൻ്റെ ബാധ്യതയല്ലേ ആ പറയേണ്ടത്. കുറച്ച് നേരത്തെ കിടന്നോടും മോളെ, എന്നിട്ട് എന്നാൽ പിന്നെ സുബഹിൻ്റെ കാര്യത്തിലൊക്കെ അത് അപ്പം എന്നോട് പറയാം എപ്പം നിസ്കരിക്കണം എന്ത് വേണമെന്ന് എനിക്കറിയാം, എന്നെ പഠിപ്പിക്കണ്ട, അങ്ങനെ എന്നോട് പറഞ്ഞത്. അല്ലാതെ അല്ലേ നിങ്ങൾ തിന്നാൻ കൊടുക്കണില്ല എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ പെറ്റ തള്ളല്ലേ, എനിക്കും ഉണ്ടാവില്ലേ മനസ്സിന് വിഷമമൊക്കെ. അതൊക്കെ ഒന്ന് ആലോചിച്ച് കണ്ടു നിന്നാൽ നന്ന് രണ്ടു കൂട്ടർക്കും. അല്ലെങ്കിൽ പിന്നെ ഓളെ അതെ, ആ കാര്യത്തിലൊന്നും എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം നിങ്ങളോളെ ഉമ്മയാണ്, എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ഓളെ നോക്കുന്നുണ്ട്. നേരം വെളുത്ത് നീച്ച് വരുമ്പോഴത്തേനും ഓൾക്കുള്ള ചായയും കടിയും കറിയും ഞാൻ ഇവിടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഓൾ സ്കൂൾക്ക് പോകും, പോയിക്കോട്ടെ, പഠിക്കാനല്ലേ. ഒരു പണി, ഒരു ചൂലിൻ്റെ ഈർക്കിളി വരെ ഓളെ കൊണ്ട് ഞാൻ എടുപ്പിക്കണില്ല. ഓൾ പോയി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എല്ലാ പണി. രാവിലെ മിറ്റടിച്ചാരം നല്ല ഉണ്ടാവും, കാരണം മഴയൊക്കെ അല്ലേ. അതൊക്കെ അടിച്ചു ഒരു നന്നാക്കി ചായ കുടിച്ച ഞങ്ങൾ രണ്ടും തന്നെ ഉള്ളൂ. ചായ കുടിച്ച പാത്രം ഇതൊക്കെ മോറി വെച്ച് അതിന് ശേഷം മീൻകാരൻ പോകുമ്പോൾ മീൻ വാങ്ങി മീൻ മുറിച്ചുണ്ടാക്കി. അത് ഓൾക്ക് ഇഷ്ടമുള്ള, ഓൾക്ക് മുളകിട്ടതേ പറ്റുള്ളൂ, മുളകിട്ട മീൻകറിയും പൊരിച്ചതും അങ്ങനെയൊക്കെ ഓൾക്ക് പറ്റുള്ളൂ, എന്തെങ്കിലും ഉപ്പേരി. അതിനനുസരിച്ച് തന്നെ ഞാനതൊക്കെ ചെയ്യും. ഒക്കെ ചെയ്തിട്ട് ഞാനവിടെ ഉണ്ടാക്കി വെക്കും. ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഓള് സ്കൂളിട്ട് വന്നിട്ട് അത് വെള്ളം നിറച്ച് കിടന്നിട്ട് തിന്നിട്ട് അത് ഓളാണെങ്കിൽ ഉള്ളിലേക്കാണ് പോകലാണ്. പിന്നെ വൈകുന്നേരം ചായക്ക് അവിടെ വന്നിരിക്കും. അപ്പോഴും എന്നോട് പറയല് നല്ല സ്ട്രോങ്ങിൽ ചായ മതി, എന്താ ഒരു പേട്ടുവെള്ളം വേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ എത്ര മാറ്റിയിരിക്കണ ചായ എന്നോ. അങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കണേ എന്തിനാണ്, എൻ്റെ മോൻ്റെ ഭാര്യയല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ജീവിച്ച് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചു, എൻ്റെ മോനക്കൊരു വിഷമം വരരുതെന്ന് വിചാരിച്ചുകൊണ്ടാണ്. അങ്ങനെയൊന്നല്ലല്ലോ പറഞ്ഞു കേട്ടത്. നിങ്ങളിപ്പോൾ തൊള്ളോണ്ട് പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയാം, എന്നാലും ഇങ്ങനെ കടുപ്പം കാട്ടരുതിട്ടാ, പെൺകുട്ടികളല്ലേ. എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിയാലേ വല്ലാത്തൊരു കേസായി മാറും. പിന്നെ നിങ്ങളെ പേരിലായിരിക്കും അതിൻ്റെ കേസും കാര്യമൊക്കെ വരിക എന്തെങ്കിലുമൊക്കെ. എനിക്ക് പിന്നെ എൻ്റെ കുട്ടിയാണ്, ഞാൻ പെറ്റ കുട്ടിയാണ്. ഇനിയിപ്പോൾ എത്രയൊക്കെ തന്നെ എങ്ങനത്തെ സ്വഭാവമായാലും അവനാൻ്റെ കുട്ടികൾ തന്നെയല്ലേ. എനിക്ക് കേട്ടിട്ട് സഹിക്കാൻ കഴിയാതെ ഞാൻ അങ്ങോട്ട് പോകുന്നതാണ്. ഞാൻ ഓളിനോട് കരഞ്ഞ് വിളിച്ചാൽ പറയണത്. ഞാൻ വിചാരിച്ചും ചെയ്തു ഓൾ അങ്ങനെ ഇങ്ങനെയും കരയണ ആളല്ല, അത്രക്കും മനസ്സ് വേദനിച്ചിട്ട് മാത്രമാണ് കരയണത്, അല്ലാതെ ഒന്നുമല്ല. അതെ, നിങ്ങൾ ശരിക്കും നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ്, അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇനി അതല്ല, മോൾക്ക് ഇവിടെ നിൽക്കാൻ ഇടങ്ങാറാണെന്നുണ്ടെങ്കിൽ ഓളെ മട്ടം പോലെ കാട്ടിക്കോളി, എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ഓളെ നോക്കുന്നുണ്ട്. ചില ദിവസം തിരുമ്പാളുള്ളവരോട് കൂട്ടിയിട്ട് പോവും, അതാണ് ആൾ. അങ്ങോട്ട് നോക്കി, റൂമിൽ നിന്ന് അടിച്ചൊരു തെടുക്കാൻ പോകുമ്പോൾ റൂം ആകെ അലങ്കോലാക്കിയാണ് ഇട്ടിട്ടുണ്ടാവും.
ഡ്രസ്സും കാര്യങ്ങളും വലിച്ചിട്ടിട്ടുണ്ടാവും. ഓളൊറ്റയ്ക്കല്ലേ ഉള്ളൂ, അവൻ നന്നാക്കി വെച്ചിട്ട് പോയിക്കൂടെ, തിരുമ്പാളൊന്നും ഒലിമ്പിടല്ലേ വന്നിട്ട്. ഞാൻ ഒരു ദിവസം പറഞ്ഞു, മോളെ ഇതൊക്കെ അലക്കാനുള്ളതാണോ ചോദിച്ചപ്പോൾ പറയാം ആക്കെ വന്നിട്ട് തിരുമ്പിട്ടുണ്ട്. എനിക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയൂലല്ലോ. ഞാൻ തിരുമ്പാട് പോണ കൂട്ടത്തിലിതാ അതും കയ്യിൽ പിടിച്ചു. ഓളെ ഡ്രസ്സ് കൊണ്ടെടുക്കും. എന്തിനാ ഇപ്പം എൻ്റെ മോളെപ്പോലെ ഞാൻ കരുതുന്നത്. ഞാൻ വിചാരിക്കും എൻ്റെ മോനെ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ അങ്ങനെ കാട്ടുമോ. അങ്ങനെയാണ് വരുമ്പോഴത്തേന് അതുവരെ ഞാൻ ആക്കി വെക്കലുണ്ട്. ഓൾക്കൊക്കെ ഇവിടെ സ്വർഗ്ഗമാണ്. ഓൾ നല്ല മട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ, പക്ഷേ നിൽക്കൂലെന്നേ ഉള്ളൂ. ഓൾക്ക് ഇപ്പോഴും ആരൊക്കെ ആയിട്ട് ബന്ധമൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. ഉമ്മ അത് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടി. അതെ, നിങ്ങളെൻ്റെ മോളെ കൊണ്ട് വേണ്ടാത്തൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ. എൻ്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യൂല. വെറുതെ ഓരോ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഞാൻ സത്യം പറയണ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. മോളെ ഒന്ന് ഉപദേശിച്ച് കൊടുക്കണം. കുറച്ച് കൂടിക്കണ്, ഇതിൻ്റെ അടി കുറച്ച് കുറഞ്ഞേനു. ഈ നട്ടപ്പാതിരാക്കി ഇരുന്ന് അങ്ങനെ വർത്താനം പറയാം. അത് ക്ലാസ് ആയിക്കാരേ. എന്ത് ക്ലാസ്? ഞാൻ പൊട്ടത്തിയ ഒരിക്കലും അല്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയണം. നിങ്ങളെ മോളെ ഒന്ന് ഉപദേശിച്ച് കൊടുക്കി. നാളെ അവൾക്കൊരു ബുദ്ധിമുട്ട് വരരുത്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ ഒരു ചെറ്റക്കുടിൽ കുള കെട്ടിച്ചപ്പോൾ തന്നെ അവൾക്ക് ബുദ്ധിമുട്ട്, അവൾക്ക് പ്രയാസം, അവളുടെ ഇഷ്ടങ്ങളൊന്നും നടന്നില്ല. ആദ്യം തന്നെ വേറെ എവിടേക്കാണ് കെട്ടിച്ചാൽ മതിയായിരുന്നു. അത് കേട്ടപ്പോൾ ആ ഉമ്മയുടെ മനസ്സ് വേദനിച്ചു. അതൊക്കെ നിങ്ങളെ ഇഷ്ടമല്ലേ, പക്ഷേ എൻ്റെ മോനെ പോലത്തെ ഒരു പുതിയ ആപ്പിളിനെ കിട്ടിയത് ഓൾക്ക് എന്നും ഹയറായിരിക്കും. കാരണം ഓനെന്ന് വെച്ചാൽ അത്രക്ക് പാവമുണ്ട് കുട്ടി. അത് മാത്രമല്ല, ഒരാളെയും വേദനിപ്പിക്കാത്ത, ഒരാളെയും ഇടങ്ങാറാക്കാത്ത എൻ്റെ കുട്ടീൻ്റെ കൂടെയൊക്കെ ജീവിക്കുകയാണെങ്കിൽ നല്ല മട്ടത്തിൽ സോലിഹായ രീതിയിൽ ജീവിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കുട്ടീൻ്റെ ഭാവി തന്നെ ആയിരിക്കും കേട്ടോ കേടുവരിക. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഉമ്മ ആ 1-2 വാക്കുകൾ മാത്രമാണ് പറഞ്ഞത്. കാരണം കൂടുതൽ പറയാൻ ഉമ്മാക്ക് പറ്റില്ലായിരുന്നു. കാരണം എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തത് അറിയില്ലല്ലോ. ഒരു നിമിഷം ഉമ്മ വിചാരിച്ചു, റബ്ബേ എന്നെക്കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു. അതെ, ഓൾ പഠിക്കാൻ പോണ കുട്ടിയാണ്. ഓളെ കൊണ്ട് നിങ്ങൾ കൂടുതൽ പണിയൊന്നും എടുപ്പിച്ച് ഇടങ്ങാറാക്കരുത് കേട്ടോ. ഒരു നിമിഷം ഉമ്മ ഞെട്ടിപ്പോയി. പണിയോ? ഒന്നും ഞാൻ ചെയ്യിപ്പിച്ചിട്ടില്ലല്ലോ. അവളത് ഞാനാണ് ചെയ്യാറുള്ളത്. എന്തായാലും വേണ്ടിയില്ല, ഓൾക്ക് എന്തെങ്കിലും പറ്റട്ടെ, അപ്പം ഞാൻ ബാക്കി പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞുകൊണ്ട് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുവാൻ നിൽക്കുന്നു. ഇതാ ചായ തിളക്കുന്നുണ്ട്, ഇത് കുടിച്ചിട്ട് പോകാം. അപ്പോഴേക്കും ഉമ്മ ചായയൊക്കെ ഉണ്ടാക്കി കടിയെല്ലാം അവിടെ നിരത്തി വെച്ചു. ഇതാ ചായ കുടിച്ചിട്ട് പോവാം. എനിക്ക് നിങ്ങളെ ചായ ഒന്നും വേണ്ട. എൻ്റെ മോൾക്കൊന്നും പറ്റാഞ്ഞാൽ മതി, അതുള്ളൂ എനിക്ക്. ഓൾ കരഞ്ഞ് വിളിച്ചപ്പോൾ എനിക്ക് സമാധാനം നഷ്ടപ്പെട്ടു. ഞാൻ പോവുകയാണ്. ഓട്ടോറിക്ഷക്കാരനെ അവിടെ നിർത്തിയിട്ടുണ്ട്. നിങ്ങളോട് 1-2 വാക്ക് വന്ന് പറയാരിച്ചിട്ടാണ് ഞാൻ വന്നത്. നോക്കിയും കണ്ടൊക്കെ നിന്നാൽ നല്ല മട്ടത്തിലായ നന്ന്. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുട്ടികളെ കടുപ്പം കാട്ടാൻ നിന്നാലേ പീഡനത്തിൻ്റെ കേസ് വരെ ഉണ്ടാകും. കാരണം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെ പേരിലായിരിക്കും കേസ് വരിക. പറഞ്ഞില്ല എന്ന് വേണ്ട. അത് പറഞ്ഞുകൊണ്ട് അവരിറങ്ങി. ചായ വേണ്ടെന്നല്ല പറഞ്ഞത്, ഞാൻ അങ്ങോട്ട് ചായ കുടിക്കാൻ വന്നതാ, സൽക്കാരത്തിന് വന്നതല്ല. എൻ്റെ മോളെ പറ്റി 2 വാക്ക് പറയാൻ വന്നതാണ്. ആ ഉമ്മ അതാ തിരിഞ്ഞു നടന്നു, നേരെ ഓട്ടോയിൽ കയറി. സത്യം പറഞ്ഞാൽ ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ പൊട്ടിക്കരഞ്ഞു. അല്ലാ, ഞാൻ എത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ടും ഓളിനെ കൊണ്ട് കുറ്റമാണ് റബ്ബേ പറഞ്ഞത്. ഇല്ല, ഇനി ഞാൻ ഒന്നും പറയുന്നില്ല, അവളോടൊന്നും പറയുന്നില്ല. അവളുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. എന്തിനാ റബ്ബേ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ, ചെയ്യിപ്പിക്കാത്ത കാര്യങ്ങൾ ഞാൻ ഓളെ കൊണ്ട് ഒരുപാട് പണിയെടുപ്പിക്കുകയാണ്. പഠിക്കാൻ സമ്മതിക്കണില്ല, ഉറങ്ങാൻ സമ്മതിക്കണില്ല എന്നൊക്കെയുള്ള റബ്ബെ പറഞ്ഞത്. ഞാൻ എന്താ റബ്ബെ കാട്ടുക? പഠിച്ചോനെ, സത്യം പറഞ്ഞാൽ ആ ഉമ്മക്ക് ആകെ വിഷമമായി. മരുമകൾ വരുമ്പോഴേക്കും വാങ്ങി വെച്ച ആ ഒരു മീനെ അതെടുത്ത് മുറിക്കണം, അത് കറി വെക്കണം, പൊരിക്കണം, അതൊക്കെ അവൾക്ക് വേണ്ടി മാത്രമായിരുന്നു. പക്ഷേ ഉമ്മാക്ക് അതെല്ലാം കൂടി കേട്ടപ്പോൾ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ചു പോയി. റബ്ബേ, ഇന്നൊന്നും ഉണ്ടാക്കാൻ പോലും തോന്നുന്നില്ല. ചോറ് അടുപ്പത്തിട്ടുണ്ട്, അത് തളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെന്തെങ്കിലും ഉണ്ടാക്കട്ടെ. കൈകൾ വിറക്കാണ്, കൈകാലുകൾ. റബ്ബേ, എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ പീഡനക്കുറ്റത്തിന് കേസെടുക്കത്ര. പഠിച്ചവൻ അങ്ങനത്തെ വാക്ക് പോലും ഞാൻ കേട്ടിട്ടില്ല. എന്താ റബ്ബേ ഈ ദുനിയാവ് ഇങ്ങനെ തന്നെയാണോ അല്ലാ? ഒരു സമാധാനമില്ലാത്തത്. മരുമകളുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്ന് ഇങ്ങനെ ചീത്ത പറയാം. എന്താ റബ്ബേ, എൻ്റെ ഷെഫിമോൻ ഇതെങ്ങനെ അറിഞ്ഞാൽ എത്ര സങ്കടം ഉണ്ടായിരിക്കും. ഓനോട് ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ഒരു പക്ഷേ അവൻ സങ്കടപ്പെടും. അല്ലാ, ഞാൻ എന്താ ചെയ്യുക? ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ വിങ്ങി പൊട്ടിക്കരഞ്ഞു. റബ്ബേ, ഒരാളെ ഉപദ്രവിച്ചിട്ടില്ല, ഒരാളെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ല ഈ ദുനിയാവിൽ ഇതുവരെയായിട്ട് റഹ്മാനെ. അല്ലെങ്കിലും
പാവങ്ങൾക്ക് ദുനിയാവ് നരകാന്ന് പറയല്ലോ, അതായിരിക്കും ഇത്. ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ, ഞങ്ങൾക്ക് ദുനിയാവ് നരകം തന്നെയായിരിക്കും, അല്ലാതെ വേറൊന്നും പറയാനില്ലല്ലോ. ഉമ്മ സങ്കടത്തോടെ, ഉമ്മാക്ക് പണിയൊന്നും എടുത്തിട്ട് നീങ്ങുന്നേ ഇല്ല. ഏകദേശം 11-11:30 ആയപ്പോഴാണ് ഉമ്മ ക്ലീനിങ്ങിന് തന്നെ ഒരുങ്ങിയത്. മുറ്റമടിച്ച് പകുതിയാക്കി ഇട്ടതായിരുന്നു. അപ്പോഴാണ് ഉമ്മ വന്ന് ചീത്ത പറഞ്ഞത്. ചോറ് അവിടെ വെച്ച് ഊറ്റിച്ചു, എന്നല്ലാതെ കറിയൊന്നും ഉണ്ടാക്കാനൊന്നും ഉമ്മാക്ക് കഴിയുന്നില്ലായിരുന്നു. എന്തെന്നറിയില്ല, മനസ്സിന് ഒരു ഉറപ്പില്ലെങ്കിൽ, മനസ്സ് വേദനിച്ച് കഴിഞ്ഞാൽ ഒന്നിനും തോന്നൂലല്ലോ. എന്നാൽ അതാ അന്ന് 1 മണിയായപ്പോഴേക്കും അവൾ എത്തുന്നു. മാ വിശന്നിട്ട് ചോറൽപ്പിക്കാൻ നിങ്ങൾ. മരുമകൾ വന്നു. മോളെ, കറി ആവുന്നേ ഉള്ളൂ. അതെന്താ കറി ഇതുവരെ ആയിട്ടില്ലേ? സമയം 1 മണിയായി, ചോറും ആയിട്ടില്ലേ? എൻ്റെ റബ്ബേ, വിശന്ന് കുടൽ കരിഞ്ഞ് വരുമ്പോഴത്തെ അവസ്ഥയുണ്ട്. മോളെ ഇപ്പാവും. മോളുടെ ഉമ്മ ഇവിടെ വന്നിരുന്നു. മോൾ എന്തൊക്കെയാണ് ഫോൺ വിളിച്ച് പറഞ്ഞെടുത്തത്? ഞാനുള്ള കാര്യം പറഞ്ഞോ? എനിക്ക് ഉറക്കിട്ടണില്ല, എന്നെ വിളിച്ചോണ്ടിട്ട് നിൽക്കാം. അതിനിപ്പോൾ എന്താ? മോളെ, എൻ്റെ ഉമ്മ വന്ന് കുറേ ചീത്ത പറഞ്ഞു. കുറച്ചൊക്കെ ചീത്ത കിട്ടും വേണം. നിങ്ങൾ ചോറൽപ്പിക്കാണേ തിന്നാൻ തന്നെ ഉണ്ടോ? ഇതന്നെ ഞാൻ പറഞ്ഞതേ. എന്തെങ്കിലും ഇങ്ങനെ ആയിട്ടുണ്ടോ? ഒരു ദിവസമല്ലേ ഇന്ന് എനിക്ക് ആകെപ്പാട് വിഷമം. അതെ, ചോറും കറിയും നിങ്ങൾ ഉണ്ടാക്കി തരുന്നില്ല. അതിനാണിത് അവിടെ ഒരു ആപ്പുണ്ട്, ഇതിലങ്ങോട്ട് ഓർഡർ ചെയ്താലേ ഞാനതിങ്ങോട്ട് പെട്ടെന്ന് സാധനം ഇവിടെ എത്തും. അപ്പോൾ തന്നെ ഫോണിൽ അവൾ എന്തൊക്കെയോ ഓർഡർ ചെയ്തു. മോളെ വേണ്ട, ഇവിടെ ചോറ് വെച്ചൊക്കെ ബാക്കിയോ. ഇതാ മീൻ ഞാൻ പൊരിക്കാൻ വേണ്ടി കായം കൂട്ടി വെച്ചേക്കണ്, ഇതാ മുളകിടാനുള്ള ഒക്കെ ഒരുക്കി വെച്ചേക്കണ്. ഇതാണ് തിന്നാൽ അത് പാകും. വേണ്ടെന്ന് പറഞ്ഞില്ലേ നിങ്ങളൊരു ഉണക്കച്ചോറും മീൻകറിയും. അവൾ അപ്പോൾ തന്നെ ഫുഡ് ഓർഡർ ചെയ്തു. ഓക്കെ. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഒരു ബൈക്കിൻ്റെ ശബ്ദം കേൾക്കുന്നു. അവൾ ഓടിച്ചെന്ന് അത് വാങ്ങി. അത് മന്തിയായിരുന്നു. ഉമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ അത് അവൾ ഓപ്പൺ ചെയ്ത് കഴിക്കാൻ തുടങ്ങി. ഉമ്മ മീൻ കറി വെക്കുന്ന തിരക്കിലായിരുന്നു. ഉമ്മാക്കത് കണ്ട് സഹിച്ചില്ല. ഉമ്മ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഉമ്മ മനമൊരുക്കി പ്രാർത്ഥിച്ചു, റബ്ബേ. ഉമ്മാക്കൊന്നും കൊടുക്കാതെ അവൾ മന്തി അതാ ഒന്നായിട്ട് എടുത്ത് കഴിക്കുകയാണ്. അവളുടെ വയറ് നിറഞ്ഞു എന്ന് തന്നെ പറയാം. ഒരുപാട് മന്തിയുണ്ട്. അവൾ വേഗം അതെടുത്ത് പുറത്ത് കൊണ്ടുപോയി വെച്ചു കൊടുത്തു. പൂച്ചേ, തിന്നോ. ഉമ്മാക്കത് കണ്ടപ്പോൾ വല്ലാത്ത വേദനയായി. മോളെ, അതിൽ എത്ര പീസും എത്ര റൈസൊക്കെ ഉണ്ട്, എന്തിനാണ് വെറുതെ കഴിഞ്ഞത്? അതെ, നിങ്ങൾക്ക് വെറുംചോറ് മീൻകറി ഉണ്ട്, അതാണ് കൂട്ടി കഴിച്ചാൽ മതി. നിങ്ങൾക്ക് ഇതൊന്നും പറ്റൂലല്ലോ, നിങ്ങളൊക്കെ വയസ്സായതല്ലേ. ഉമ്മ ഒന്നും പറഞ്ഞില്ല. പഠിച്ചോനെ റഹ്മാനെ, ഈ അഹങ്കാരം അല്ലാ നീ തീർത്ത് കൊടുക്കല്ല. പഠിച്ചോൻ്റെ കുട്ടിക്ക് കിട്ടിയൊരു സാധനം. എത്രയോ വീട്ടിൽ എത്ര നല്ല സ്നേഹത്തിൽ ഉള്ള മരുമക്കളുണ്ട്. ഞാൻ എത്രയൊക്കെ അവൾക്ക് ചെയ്ത് കൊടുത്തിട്ടും എൻ്റെ തലയിൽ കയറുകയാണല്ലോ. റബ്ബേ, കഴിയൂല. ആ ഉമ്മ വിങ്ങി പൊട്ടിപ്പോയി. ഉമ്മ കറി വെക്കുമ്പോഴെല്ലാം ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുകയായിരുന്നു. തൻ്റെ ഷെഫിമോനെ ഓർത്തു. റബ്ബേ, എൻ്റെ കുട്ടിക്ക് കിട്ടിയൊരു സാധനം, അല്ലാ നീ നല്ല ബുദ്ധി കൊടുക്ക്. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.